തരുൺമൂർത്തി ചിത്രത്തിൽ വമ്പൻ സർപ്രൈസുമായി ലാലേട്ടൻ. ടോക്സിക് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നിവിൻ പോളി ചിത്രം ബേബി ഗേളിന്റെ റിവ്യൂ പരിശോധിക്കാം. ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അദ്വൈത് നായർ സംവിധാനം ചെയ്ത ചത്ത പച്ച എന്ന ചിത്രത്തിന്റെ ആദ്യ ദിന ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രം 3,20,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി ചത്ത പച്ച ആദ്യ ദിനം 7,73,00,000 രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന ചിത്രത്തിന്റെ 30 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് മൂവി ടീം ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. 30 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 76 കോടി രൂപയും ലോകമെമ്പാടും നിന്നും 146,50,00,000 രൂപയുമാണ് സർവമായയ്ക്ക് 30 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ സർവമായയുടെ OTT റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന ജനുവരി 30-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സർവമായ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. കേരള ക്രൈം ഫയൽസ് എന്ന വെബ് സീരീസിന് ശേഷം അഹമ്മദ് കബീർ സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഒരു റൊമാന്റിക് കോമഡി പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ കാളിദാസ് ജയറാമാണ് നായകനായിട്ടെത്തുക. ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് ഇന്നലെ നടക്കുകയുണ്ടായി. വരുന്ന ഫെബ്രുവരി മാസം ആദ്യവാരം മുതൽ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേയുടെ ചിത്രീകരണം ആരംഭിക്കും. വർഷങ്ങൾക്ക് ശേഷം ജയറാമും ഉർവശിയും നായികന്മാരായി ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു. നമ്മ വീട്ടുപിള്ളை, കടൈക്കുട്ടി സിംഗം പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത പാണ്ഡ്യരാജാണ് ജയറാമിനെയും ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഒരേ സമയം തമിഴിലും മലയാളത്തിലുമായി വരാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ജോജു ജോർജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ എന്റർടൈൻമെന്റ് സിനിമയാണ് വരവ്. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഇന്നൊരു ക്യാരക്ടർ പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. ചിത്രത്തിൽ ദീപക് പരമ്പോൾ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. വരുന്ന ഏപ്രിൽ മാസം 11-ാം തീയതി വരവ് റിലീസിനെത്തും. കാർത്തിയെ നായകനാക്കി PS മിത്രൻ സംവിധാനം ചെയ്തു വരുന്ന സിനിമയാണ് സർദാർ 2. കാർത്തിക്കൊപ്പം SJ സൂര്യ, മാളവിക മോഹൻ, രജീഷ വിജയൻ തുടങ്ങിയ വമ്പൻ താരനിര അണിനിരക്കുന്ന സർദാർ 2-ന്റെ ക്ലൈമാക്സ് പോർഷനിൽ കാർത്തിയും മാളവിക മോഹനും പങ്കെടുക്കുന്ന ഒരു ഗംഭീര ആക്ഷൻ സീൻ കാണാനാവുമെന്ന തരത്തിൽ ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന സർദാർ 2 വരുന്ന മാർച്ച് മാസം 19-ാം തീയതി റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഉണ്ണി മുകുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കി ക്രാന്തി കുമാർ സംവിധാനം ചെയ്യുന്ന ഒരു ബയോപിക് ഡ്രാമ മൂവിയാണ് മാവന്തേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതകഥയെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ മോദിയുടെ കഥാപാത്രത്തെയാണ് ഉണ്ണി മുകുന്ദൻ അവതരിപ്പിക്കുക. ഉണ്ണി മുകുന്ദനൊപ്പം രവീണ ടണ്ടൻ, ജഗപതി ബാബു, ശരത് കുമാർ തുടങ്ങിയവരും ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. നിലവിൽ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന ഫെബ്രുവരി മാസത്തിൽ കാശ്മീരിൽ വെച്ച് ആരംഭിക്കും. ഏകദേശം 400 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന മാവന്തേ വരുന്ന 2027 ജനുവരി മാസത്തിൽ പാനിനി റിലീസ് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. നിവിൻ പോളി നായകനായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ത്രില്ലർ സിനിമയാണ് ബേബി ഗേൾ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രം ഇതുവരെ 1,30,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 3 കോടി രൂപയുമാണ് ബേബി ഗേൾ എന്ന ഈ നിവിൻ പോളി ചിത്രത്തിന് ഫസ്റ്റ് ഡേ കളക്ഷനായി നേടാൻ സാധിച്ചിട്ടുള്ളത്. അമരൻ എന്ന സിനിമയ്ക്ക് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ധനുഷിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് D55. ഇന്നലെ ഈ ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് ചെന്നൈയിൽ വെച്ച് നടക്കുകയുണ്ടായി. ധനുഷിനൊപ്പം സായി പല്ലവി, പാർത്ഥിബൻ, പിന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും D55-ൽ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിൽ ധനുഷിന്റെ ഗോഡ് ഫാദറായിട്ടാവും മമ്മൂക്ക എത്തുകയെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുള്ള അപ്ഡേറ്റുകളിൽ സൂചിപ്പിക്കുന്നത്. ധനുഷിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വണ്ടർ ബാർ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് 140 കോടി രൂപയോളമാണ് ബഡ്ജറ്റെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഷൂട്ട് ഇന്ന് ആരംഭിക്കുകയുണ്ടായി. സിനിമയുടെ പൂജാ ചടങ്ങോടെയാണ് ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ളത്. പദയാത്ര എന്ന പേര് നൽകിയിരിക്കുന്ന ഈ സിനിമ തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ ബേസ് ചെയ്താണ് ഒരുക്കുന്നതും. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പദയാത്രയ്ക്ക് ഏകദേശം 1 മാസത്തെ ചിത്രീകരണമാവും ഉണ്ടാവുക. ജോജു ജോർജ്, ബിജു മേനോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ സെൻസറിംഗ് ഇന്ന് നടക്കുകയുണ്ടായി. ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. വരുന്ന ജനുവരി 30-ാം തീയതി വലതുവശത്തെ കള്ളൻ റിലീസിനെത്തും. ദളപതി വിജയ് രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി നായകനാവുന്ന ജനനായകൻ സിനിമയുടെ റിലീസ് വീണ്ടും നീളാൻ സാധ്യത. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിധി ഈ ആഴ്ച വരില്ലെന്നുള്ള കാര്യം ഹൈക്കോടതി ടീമിനെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം വരുന്ന ജനുവരി 27-ാം തീയതിയാവും കോടതി വിധി ഉണ്ടാവുക. അത് വന്നാൽ തന്നെ പ്രൊമോഷൻ എല്ലാം നടത്തി സിനിമ റിലീസിനെത്തണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും കാലതാമസം വേണ്ടിവരും. അതിനാൽ തന്നെ ജനനായകന്റെ റിലീസ് ഇനി ഫെബ്രുവരി മാസമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ.
പാവാട, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്നീ സിനിമകൾക്ക് ശേഷം ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഓട്ടംതുള്ളൽ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കലാഭവൻ ഷാജോൺ, ടിനി ടോം, ഹരിശ്രീ അശോകൻ, വിജയരാഘവൻ തുടങ്ങിയവരാണ് ഓട്ടംതുള്ളലിൽ പ്രധാന വേഷങ്ങളിലെത്തുക. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന ഈ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. പ്രഭാസിന്റെ ലൈനപ്പുകളിൽ വളരെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന സിനിമയാണല്ലോ കൽക്കി 2. ഇന്നിപ്പോൾ ഈ ചിത്രത്തെപ്പറ്റി സംവിധായകൻ നാഗശ്വിൻ തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കൽക്കിയുടെ ആദ്യ ഭാഗം ഇത്രയും വലിയ വിജയമായതിനാൽ തന്നെ തങ്ങൾക്ക് കൽക്കി 2വുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഇരട്ടിയായെന്നും ആദ്യ ഭാഗത്തേക്കാൾ വലിയൊരു സ്കെയിലിലാവും രണ്ടാം ഭാഗം വരികയെന്നും നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ടോട്ടൽ വർക്കുകൾ പൂർത്തീകരിക്കണമെങ്കിൽ 3 വർഷത്തോളം സമയമെടുക്കുമെന്നുമാണ് നാഗശ്വിൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് കൽക്കി 2 കാണണമെങ്കിൽ നമുക്കിനി 2028 2029 ആവേണ്ടി വരും. അതെന്തായാലും വല്ലാത്തൊരു ചതിയായിപ്പോയി നാഗണ്ണ. വൻ പ്രതീക്ഷകളോടെ കന്നഡത്തിൽ നിന്നും വരാനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ ടോക്സിക്. യഷ് നായകനാവുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗീതു മോഹൻദാസ് ആണ്. യഷിനൊപ്പം നയൻതാര, കിയാര അദ്വാനി, രുക്മിണി വസന്ത്, ഹുമ ഖുറേഷി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടോക്സിക് വരുന്ന മാർച്ച് 19 തീയതിയാണ് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുക. ടോക്സിക്കിനൊപ്പം അതേ മാർച്ച് 19 തന്നെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മറ്റൊരു ബോളിവുഡ് പാൻ ഇന്ത്യൻ സിനിമയാണ് ദുരന്തർ 2. രൺവീർ സിംഗ് നായകനാവുന്ന ദുരന്തർ 2 സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിത്യദാർ ആണ്. ഈ രണ്ട് സിനിമകളും മാർച്ച് 19 റിലീസ് പ്രഖ്യാപിച്ചതോടെ വലിയൊരു ക്ലാഷ് റിലീസ് നമുക്ക് കാണാനാവുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ദുരന്തർ 2ന്റെ റിലീസ് മാർച്ച് 19 നിന്നും മാറ്റാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ക്ലാഷ് നടന്നാൽ രണ്ട് സിനിമകൾക്കും ബിസിനസ് വേസിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്നുള്ള കാരണത്താൽ ദുരന്തറിന്റെ റിലീസ് മൂവി ടീം മാറ്റാൻ ഒരുങ്ങുന്നുവെന്ന് ഒരു ഇംഗ്ലീഷ് മാധ്യമമാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ മൂവി ടീം ഒഫീഷ്യലായി ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടുമില്ല. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന L366 എന്ന സിനിമയുടെ പൂജാ ചടങ്ങും ആദ്യഘട്ട ചിത്രീകരണവും ഇന്ന് തൊടുപുഴയിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന L366 ലാലേട്ടന്റെ പുതിയ ലുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനെ താടിയില്ലാതെ കാണുന്ന ഈ ഒരു ലുക്ക് ശരിക്കും ഞെട്ടിച്ചു. സോഷ്യൽ മീഡിയയിൽ ലാലേട്ടന്റെ ഈ ഫോട്ടോകൾ വൻ തരംഗമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതും. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന് വേണ്ടി ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന L366ന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. ഇനി ബേബി ഗേൾ സിനിമയുടെ റിവ്യൂ പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ടെന്ന് തോന്നിപ്പിച്ച അവസാനം ഒരു ആവറേജ് ബിലോ ആവറേജ് രീതിയിലുള്ള ഒരു സിനിമ അനുഭവമാണ് ബേബി ഗേൾ എനിക്ക് സമ്മാനിച്ചത്. ഇമോഷൻസ് കുറച്ചു ഭാഗത്ത് കൊള്ളാം എന്നല്ലാതെ പറയുന്ന വിഷയത്തിൽ ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ തോന്നിയ സിനിമ. കാസ്റ്റിംഗ് ഉൾപ്പെടെ പലരും പോരാ എന്നൊരു അഭിപ്രായമാണ് സിനിമ കണ്ടിരുന്നപ്പോൾ അനുഭവപ്പെട്ടത്. പെർഫോമൻസ് വൈസിൽ ലിജോ മോളും മീനാക്ഷി എന്ന കഥാപാത്രം അവതരിപ്പിച്ച പെൺകുട്ടിയും ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. നിവിൻ പോളിയൊക്കെ ചുമ്മാ കാമിയോ റോൾ ഫീൽ ആയിരുന്നു സിനിമയ്ക്കുള്ളിൽ സമ്മാനിച്ചത്. നിവിനേക്കാൾ സ്ക്രീൻ സ്പേസ് സംഗീത് പ്രതാപിന് സിനിമയിലുണ്ടായിരുന്നു. സംഗീതം എന്തിനോ വേണ്ടി തിളച്ച രീതിയിലുള്ള ഒരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചിട്ടുള്ളത്. അഭിമന്യു ഷെമ്മിത്തിലകന്റെ പോലീസ് കഥാപാത്രം വെറും ഒരു കോമഡി പീസ് റോൾ പോലെ തോന്നി. കേരള പോലീസിനെ നല്ല ഊശിയാക്കി വിടുന്നുണ്ട് ബേബി ഗേൾ എന്ന ഈ ചിത്രം. തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു ബേബി ഗേളിനെ കാണാതാകുന്നതും അതിനെ തുടർന്നുള്ള ഒരു ദിവസത്തെ അന്വേഷണവും ഇതൊക്കെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട്. ആ ഒരു പ്ലോട്ടിൽ ത്രില്ലർ സ്വഭാവം കൊണ്ടുവരാൻ സഞ്ജയ് ബോബി സ്ക്രിപ്റ്റിൽ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും സിനിമ ആകെ മൊത്തത്തിൽ ഒരു അവിഞ്ഞ ഫീൽ ആയിരുന്നു സമ്മാനിച്ചത്. ട്വിസ്റ്റുകൾ പലതും പ്രഡിക്റ്റബിൾ ആയി തോന്നി. മൊത്തത്തിൽ ബേബി ഗേൾ ഒരു ചാപിള്ളിയായി മാറിയെന്ന് വേണം പറയാൻ. മേക്കിംഗ് കൊണ്ടും സ്ക്രിപ്റ്റ് വൈസും പകുതി വേവ് മാത്രമുള്ള ഒരു സിനിമ.